നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പുതുക്കാട് സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷിച്ച് നാട്. പള്ളിക്കുന്ന് മുതൽ ജനതാ സ്കൂൾ വരെയുള്ള റോഡ് തകർന്ന് യാത്ര ദുരിതപൂർണമായി. അധികൃതരുടെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരതയിൽ നട്ട പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വാർത്തകൾ വിശദമായി. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പുതുക്കാട് സംഘടിപ്പിച്ചു. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. TJ സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായി. നെക്സസിന്റെ ഓണം പദ്ധതിയുടെ ഉദ്ഘാടനം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, ഇൻഫോ നെക്സസ് ചെയർമാൻ ആന്റോ വി മാത്യു, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, ഇൻഫോ നെക്സസ് MD K മോഹനൻ, COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KI ഷിഫർ, മേഖലാ സെക്രട്ടറി AP റാഫേൽ, പ്രോഗ്രാം കോർഡിനേറ്റർ P ഗോപകുമാർ, KCCL കേരള വിഷൻ പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായി. നമ്മുടെ നാടിന് അഭിമാനമായി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അഭിമാനമായി, നമ്മുടെ സ്കൂളിനും ട്യൂഷൻ സെൻ്ററിനുമൊക്കെ അഭിമാനമായി ഉയർന്ന വിജയം നേടിയ നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെ പേരെടുത്ത് പ്രത്യേകിച്ച് പറയാതെ ഇവിടെ എത്തിച്ചേർന്ന പ്രതിഭകളായ നിങ്ങളെല്ലാവരെയും കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാൻ ഞാൻ ആദ്യം ഈ അവസരം ഉപയോഗിക്കുകയാണ്. കേരള വിഷൻ്റെ കുടുംബാംഗങ്ങളിൽ പുതുക്കാട് ഏരിയ എന്ന നിലയിൽ പുതുക്കാട്, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, അങ്കമാലി ഇങ്ങനെയുള്ള ഏരിയയാണ് പുതുക്കാട് ഏരിയ എന്ന നിലയിൽ ഇവരുടെ പ്രത്യേക പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി അവർ ക്രമീകരിച്ചിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം. ആ ഏരിയക്കകത്തെ മികച്ച വിജയം നേടിയ SSLC +2 മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന വലിയ ഒരു ആദരവാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായി വാർത്താ അവതരണമൊക്കെയായി നിൽക്കുന്ന വലിയ പ്രസ്ഥാനമാണ് നെക്സസ്. ഇപ്പോൾ ഓണം പദ്ധതിയുടെ അതിൻ്റെ നിർവഹണമാണ്, അതിൻ്റെ തുടക്കമാണ് എനിക്ക് ഉദ്ഘാടനമായി ഇവിടെ നിർവഹിക്കാനുണ്ടായത്. നേരത്തെ ശ്രീ ആൻഡോ സംസാരിച്ചതാണ് ശ്രദ്ധേയമായ വാക്ക്. നമുക്ക് മാത്രം ഈ ദൃശ്യവിസ്മയമൊക്കെ കണ്ടാൽ പോരല്ലോ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും പരാധീനതയുള്ളവർക്കും അവർക്കും കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ലഭ്യമാകേണ്ടത്. അത് വെറുതെ പറഞ്ഞൊരു വാക്കല്ല, ഞങ്ങളുടെ ഒരു അനുഭവം കൂടിയാണ് ആ വാക്ക്. ഇൻഫോനെക്സസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സമകാലീന ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ഈ അടുത്ത കാലത്തോടെ വിവിധ മണ്ഡലങ്ങളിലായിട്ട് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതിൽ പലരും ഈ അവാർഡുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ളവരായിരിക്കും. എങ്കിലും നമ്മൾ ഈ അവാർഡ് വലിയ പൊലിമയിലൊക്കെയാണ് എല്ലാ വർഷവും നടത്തി പോരാറ്. ഇപ്രാവശ്യം നമുക്കറിയാലോ, കഴിഞ്ഞ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും ദിവസമാണ് നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ദുരന്തത്തിൻ്റെ ഉദ്ഘാടനം കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയുടെ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം നമ്മളിലേക്ക് പകർന്നു തന്നത് കേരളം സമീപകാലത്ത് കണ്ട ഒരു വലിയ വേദന നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ദുഃഖം കൊടുത്തുള്ള കുറച്ച് വാക്കുകൾ മാത്രമായിരുന്നില്ല. അസോസിയേഷന് കീഴിലുള്ള നെക്സസ്
കേരള സംഘടനയുടെ രണ്ടാമത് വിദ്യാഭ്യാസ പുരസ്കാരമാണ് ഇവിടെ നടത്തുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻസിന്റെ വീട്ടുകളിലെ വിജയത്തിന്റെ ആദ്യപടി വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണമാണ് ഇവിടെ ഇപ്പോൾ സമാപിച്ചത്. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങിൽ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നടത്തിയ സാഹസിക രക്ഷാദൌത്യത്തെപ്പറ്റിയും ദുരന്ത സ്ഥലത്തെ കാഴ്ചകളെപ്പറ്റിയും കുട്ടികളുടെ അനുഭവം പങ്കുവച്ച് മന്ത്രി കെ രാജൻ. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്ത നിവാരണ നടപടികളാണ് വയനാടിൽ കേരളം ഒറ്റക്കെട്ടായി കൈക്കൊണ്ടതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മനുഷ്യനെ തിരിച്ചറിയുന്നവരാണ് മലയാളികളെന്നും വയനാട്ടിലെ ദുരിതബാധിതർക്കായി സഹായഹസ്തവുമായി കുട്ടികൾ വരെ മുന്നോട്ട് വരുന്നത് ഏറെ സന്തോഷവും പ്രചോദനവും ആകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കരളലിയിക്കുന്ന കാഴ്ചകളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ മന്ത്രി പങ്കിട്ടു. ഒറ്റ ദിവസം പീച്ചി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മാത്രം പെയ്തത് 137 mm മഴയാണ്. നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മഴ. ഡാമുകൾ തുറക്കുന്നു, വെള്ളം ധാരാളമായി പെയ്തിറങ്ങുന്നു. മനുഷ്യൻ ഒരു പ്രയാസകരമായ അനുഭവത്തിലേക്കാണ് പോകുന്നത് എന്ന് കേട്ടപ്പോൾ ഇനി കാത്തിരിക്കാനാകില്ല. മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ച് ഞാൻ ഒരു ദിവസം തൃശ്ശൂരിൽ പോയി വരാം എന്ന് പറഞ്ഞ് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ശ്രദ്ധിക്കാനും ഇടപഴകാനും കഴിയുന്ന സമയങ്ങൾ കൂടി വിദ്യാർത്ഥികൾ കണ്ടെത്തണമെന്ന് കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം, ലഹരി ഉപയോഗം തുടങ്ങി നിരവധി പ്രതികൂല സാഹചര്യങ്ങളുള്ള ഇക്കാലത്ത് അതിനെയെല്ലാം കുട്ടികൾക്ക് തരണം ചെയ്യാൻ സാധിക്കണമെന്നും അക്കാദമിക് ലെവലുള്ള പഠനം കൊണ്ട് മാത്രം അത് സാധ്യമല്ലെന്നും MLA കൂട്ടിച്ചേർത്തു. കേരള വിഷൻ്റെ കുടുംബാംഗങ്ങളിൽ പുതുക്കാട് ഏരിയ എന്ന നിലയിൽ പുതുക്കാട്, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, അങ്കമാലി ഇങ്ങനെയുള്ള ഏരിയയാണ് പുതുക്കാട് ഏരിയ എന്ന നിലയിൽ ഇവരുടെ പ്രത്യേക പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി അവർ ക്രമീകരിച്ചിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം. ആ ഏരിയക്കകത്തെ മികച്ച വിജയം നേടിയ SSLC, +2 മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന വലിയ ആദരവാണെന്ന് TJ സനീഷ് കുമാർ MLA പറഞ്ഞു. 32 വർഷക്കാലമായി പുതുക്കാടും സമീപ പ്രദേശങ്ങളിലും ഏറ്റവും സജീവമായി വാർത്ത അവതരിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് നെക്സസ് എന്നും കേരള വിഷൻ കേരളത്തിൽ മുഴുവൻ പ്രദേശങ്ങളിലും വലിയ സേവനമായി നിലനിൽക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നിത്യജീവിതവുമായി ഇന്ന് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നതും സാംസ്കാരിക വികസന കാര്യങ്ങളിലുള്ള ഇടപെടലിലൂടെയും കേബിൾ TV ചെയ്യുന്നത് മഹത്തായ കാര്യമാണെന്നും MLA കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പത്ത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ തലമുറയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ ഇവിടെ ആദരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന വലിയ ഒരു ആദരവാണ്. കഴിഞ്ഞ 32 വർഷക്കാലമായി വാർത്താ അവതരണവും ഒക്കെയായി നിൽക്കുന്ന വലിയ പ്രസ്ഥാനമാണ് നെക്സസ്. പട്ടികവർഗക്കാർക്കും മലയോര മേഖലകളിലടക്കം ഇന്റർനെറ്റ് സേവനം എത്തിക്കാൻ കഴിഞ്ഞത് കേരള ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ്വർക്കിന്റെ വലിയ നേട്ടമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് പറഞ്ഞു. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് സഹായിക്കുവാൻ കേരള വിഷൻ നെറ്റ്വർക്കിന് സാധിച്ചിരുന്നു. കേരള ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ്വർക്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശംസിച്ചു. തൃശ്ശൂർ ജില്ലയിലുള്ള ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കും. ഞങ്ങൾ ഇവരുമായി ആശയവിനിമയം നടത്തി. നെക്സസ് കേബിൾ വിഷൻ്റെ ഭാരവാഹികളുമായി സംസാരിച്ചു. അഡ്വാൻസായി ആ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ അവർ തയ്യാറായി. 15 കിലോമീറ്ററോളമൊക്കെ കേബിൾ വലിച്ച് അവിടെ കണക്ഷൻ കൊടുത്ത് വീടുകളിൽ അതുപോലെ പൊതുവായ സ്പോട്ടുകളിൽ ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടാണ് പട്ടികവർഗക്കാരായ കുട്ടികളെ SSLCക്കൊക്കെ പഠിച്ചിരുന്ന കുട്ടികളെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രാപ്തരാക്കാൻ കഴിഞ്ഞത്. അവശ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ്
മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷിച്ച് നാട്. സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികളോടെ ജയന്തി ആഘോഷം നടന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി ഭ്രാന്തിനും അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ പെരുങ്കാറ്റ് വിളയിലെ പ്ലാവറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായി 1863 ഓഗസ്റ്റ് 28 ചിങ്ങമാസത്തിലെ അവിട്ടം ദിനത്തിൽ ജനിച്ചു. 1941 ജൂൺ 18 അന്തരിക്കുന്നതുവരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അദ്ദേഹം അഹോരാത്രം പോരാടി. ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്ന വഴിയിലൂടെ വില്ലുവണ്ടി തെളിച്ചുകൊണ്ടാണ് ജാതി ഭ്രാന്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി രംഗത്തെത്തിയത്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ധീരതയോടെ പോരാടിയ പരിഷ്കർത്താവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പേരാണ് അയ്യങ്കാളിയുടേത്. മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഷാജു കൊല്ലാട്ടി, ജോൺസൺ വാസുപുരത്തുകാരൻ, ജോസഫ് വാലിയിൽ, ബാബു മനക്കുളങ്ങരപ്പറമ്പിൽ, ഉസ്മാൻ മന്ത്രിക്കുത്ത്, പരമൻ കോടാലി എന്നിവർ നേതൃത്വം വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് സെക്രട്ടറി CH സാദത്ത്, PC വേലായുധൻ, ലിനോ മൈക്കിൾ, ബാബു നെല്ലിക്കവിള, സോജൻ പടിഞ്ഞാറൻകാരൻ, ആൻഡു ചെമ്മിഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു. ആ സമരം യഥാർത്ഥത്തിൽ അത് മുന്നോക്ക സമുദായത്തിനെതിരെയോ രാജാവിനെതിരെയോ ആയിരുന്നില്ല. തിരുവിതാംകൂർ രാജ്യത്ത് ആളുകൾക്ക്, അധസ്ഥിതർക്ക്, പിന്നോക്കക്കാർക്ക് വഴിയിലൂടെ കടന്നു പോകാൻ അവകാശം. BKMU മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും BKMU ജില്ലാ സെക്രട്ടറിയുമായ VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. AIDRM മണ്ഡലം സെക്രട്ടറി ജയന്തി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS തങ്കപ്പൻ, AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ്, BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, VA വിജയൻ, VK കരുണാകരൻ, CM പ്രശാന്തൻ, PT കിഷോർ, സുനന്ദ ശശി, VR രാജൻ, VK അനീഷ്, അജിഷ് വെള്ളിക്കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ഗുണ്ടകളായിരുന്നവരും പങ്കാളിമാരായിരുന്നവരുമെല്ലാം ഏതാണ്ട് കായികമായി നേരിട്ടുകൊണ്ടിരുന്നത് പൊതുസമൂഹത്തിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പള്ളിക്കുന്ന് മുതൽ ജനതാ സ്കൂൾ വരെയുള്ള റോഡ് തകർന്ന് യാത്ര ദുരിതപൂർണമായി. അധികൃതരുടെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. ആമ്പല്ലൂർ പാലപ്പള്ളി റൂട്ടിൽ ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയും പാലപ്പള്ളി മുതൽ എച്ചിപ്പാറ വരെയും മെക്കാഡം ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ പള്ളിക്കുന്ന് മുതൽ ജനതാ സ്കൂൾ വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ കുഴികൾ നിറഞ്ഞ് അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുർഘടം പിടിച്ചൊരു വഴി എന്ന് തന്നെ പറയാം. പള്ളിക്കുന്ന് പാലപ്പള്ളി റോഡാണ്. ഈ റോഡ് നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. ഇതിലൂടെ കൊച്ചുകുട്ടികൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത രീതിയിലും സൈക്കിളിൽ പോകാൻ പറ്റാത്ത രീതിയിലും ആകെ തകർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ആവശ്യം ഉന്നയിച്ച് വർഷങ്ങളായിട്ട് ഒരു 3-4 വർഷം 5 വർഷത്തോളമായി തൃശ്ശൂർ PW പോലും ഇത് അറിയിച്ചിട്ടുള്ളതാണ്, MLA-നും അറിയിച്ചിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് നൽകണമെന്നാണ് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. റോഡിനടിയിലൂടെ ശുദ്ധജല വിതരണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾ ഇടയ്ക്കിടെ പൊട്ടുന്നതാണ് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നത്. ഇത്തരത്തിൽ പൊട്ടുന്ന പൈപ്പുകൾ അറ്റകുറ്റപ്പണികൾ നടത്തിയാലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വലിയ കാലതാമസം എടുക്കുകയാണ്. വാർഡ് മെമ്പർമാർ ഇടപെട്ട് നാട്ടുകാരുടെ കൂടി സഹകരണത്തോടെയാണ് പലപ്പോഴും ഇത്തരത്തിൽ രൂപപ്പെടുന്ന വലിയ കുഴികൾ അടയ്ക്കുന്നത്. ആമ്പല്ലൂര് വാരന്തരപ്പള്ളി റോഡിന്റെ ഏകദേശം പള്ളിക്കുന്ന് മുതൽ ജനതാ സ്കൂൾ വരെ വളരെ അപകടകരമായ രീതിയിലാണ് റോഡുകളൊക്കെ നിലനിൽക്കുന്നത്. നമുക്കറിയാം ഈ റോഡിന്റെ ഒരു ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലൊന്നോണം വാട്ടർ അതോറിറ്റിയിലെ വലിയ പൈപ്പ് അടിയിൽ പോകുന്ന പൈപ്പ് പൊട്ടി വലിയ കുഴികളാണ് രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു ഇതിനെന്തെങ്കിലും ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ റോഡിന്റെ അധികാരികളിൽ നിന്നും അനുമതി കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് പൈപ്പ് മാറ്റാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ KRFB ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അത് അപേക്ഷ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മളൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ ഒരു മീറ്റിംഗ് കൂടിയതിന് ശേഷം പൈപ്പ് മാറ്റിയിടാനുള്ള നടപടികൾ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ വളരെ മെല്ലപ്പോക്കാണ്. നമ്മളൊക്കെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടുന്നില്ല. അപ്പോൾ ശാശ്വത പരിഹാരം വാട്ടർ അതോറിറ്റിയും ജലജീവനും ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പൈപ്പ് മാറ്റിക്കൊണ്ട് ഫുൾ ടാറിങ് ചെയ്യണമെന്ന് മാത്രം ഞങ്ങൾ ഈ അവസരം അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നിരപരാധികൾ ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ അപേക്ഷ. ഈ ഭാഗത്തെ കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ച ശുദ്ധജല വിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് മെക്കാഡം ടാറിംഗ് നടത്താൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പ്രദേശത്തെ വളരെ അപകടകരമായ രീതിയിലുള്ള PW റോഡാണ് നമ്മൾ കാണുന്നത്. വർഷങ്ങളായി ഈ റോഡിൻ്റെ ഇതിലടിയിൽ കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറാത്ത സാഹചര്യമുണ്ട്. പഴകിയ പൈപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിടയ്ക്കിടയ്ക്ക് പൊട്ടുന്നതും അതുമായി ബന്ധപ്പെട്ട് റോഡ് ഉയർന്നു വരികയും വലിയ ഗർത്തങ്ങളായിട്ടത് ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് അടിയന്തരമായി പരിഹരിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മഴ പെയ്താൽ റോഡിൽ പലയിടത്തും ഒരു തോടായി മാറുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കുഴികൾ അറിയാതെ ഇരുചക്രവാഹനങ്ങൾ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണെന്ന് ഇവിടുത്തുകാർ പറയുന്നു. അധികൃതർ ഇടപെട്ട് ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പള്ളിക്കുന്ന് മുതൽ ജനത വരെയുള്ള റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർക്ക് മുഴുവൻ ആവശ്യപ്പെടാനുള്ളത്. ഒന്നുകിൽ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നത് എത്രയും വേഗം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിലൂടെ ത്വരിതപ്പെടുത്തുക, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും കുഴികളടച്ച് അപകടരഹിതമായ യാത്രയ്ക്ക് അവസരമൊരുക്കണമെന്നാണ് പരിസരവാസികൾക്കും യാത്രക്കാർക്കും അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഭാരതയിൽ നട്ട പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വാർഡംഗം ലിൻഡോ തോമസ് നേതൃത്വം നൽകി. വയനാട്ടിലെ പ്രകൃതി ദുരന്ത ബാധിതരുടെ അതിജീവനത്തിനായി കരം കോർത്ത് മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച 77,100 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. തുക KK രാമചന്ദ്രൻ MLA ഏറ്റുവാങ്ങി. സ്കൂൾ പ്രധാനാധ്യാപിക MB ഉഷ, പ്രിൻസിപ്പൽ ഇൻചാർജ് KA കുഞ്ഞുമോൾ, PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ, കുട്ടികൾ എന്നിവർ സന്നിഹിതരായി. വയനാടിന് കൈത്താങ്ങായി മരോട്ടിച്ചാൽ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച വയനാടിനൊരു കൈത്താങ്ങ് ധനസഹായം മന്ത്രി K രാജൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷിജു പണ്ടാരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക VN ലീന, സ്കൂൾ മാനേജർ K ഗോപകുമാർ, MPTA പ്രസിഡന്റ് മെൽവി, അധ്യാപിക ഷാലി K ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ അവരുൾപ്പെടെ ഇന്ന് സ്കൂളിലേക്ക് വരാൻ തയ്യാറാവുകയാണ്. മലയാളിക്കുള്ള മനുഷ്യസ്നേഹം നമ്മൾ കാണുന്നത് അവിടെയാണ്. പൊതുവിദ്യാലയങ്ങളിലെ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലെ ഓണപരീക്ഷ സെപ്റ്റംബർ 3 മുതൽ 12 വരെ നടക്കും. ഹൈസ്കൂൾ വിഭാഗം പരീക്ഷ സെപ്റ്റംബർ 3-നും, UP വിഭാഗം പരീക്ഷകൾ 4-നും, LP വിഭാഗം പരീക്ഷകൾ 6-നും തുടങ്ങും. പരീക്ഷയുടെ ടൈം ടേബിൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ ദിവസങ്ങളിൽ സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ 13-ന് നടത്തും. ഓണാവധിക്കായി സ്കൂളുകൾ അടയ്ക്കുന്നതും 13-നാണ്. അവധിക്ക് ശേഷം 23-ന് സ്കൂളുകൾ വീണ്ടും തുറക്കും. അകമലയിൽ കാറിൽ കടത്തുകയായിരുന്ന അനധികൃത പടക്കങ്ങൾ പിടിച്ചെടുത്തു. അകമലയിൽ കാറിൽ കടത്തുകയായിരുന്ന അനധികൃത പടക്കങ്ങൾ പിടിച്ചെടുത്തു. ഉത്രാളിക്കാവ് ഭാഗത്തു നിന്നുമാണ് കാറിൽ കടത്തുകയായിരുന്ന പടക്കങ്ങൾ പിടിച്ചെടുത്തത്. കൊല്ലങ്കോട് ചീരണി സ്വദേശികളായ 26 വയസ്സുള്ള സനൂജ്, 46 വയസ്സുള്ള യൂനസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലങ്കോട് നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പിടികൂടിയത്. പടക്കങ്ങൾ സൂക്ഷിക്കുന്നതിനാവശ്യമായ ലൈസൻസുകളും മറ്റു രേഖകളും ഇല്ലാത്തതിനാലാണ് പടക്കങ്ങൾ പിടിച്ചെടുത്തത്. പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഹൈവേ പോലീസും സംഘവുമാണ് പ്രതികളെയും ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തത്. ഹൈവേ SI വിനു, പോലീസുകാരായ മിഥുൻ, സജിത്, അജിമോൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. 3 ദിവസങ്ങൾക്കു ശേഷമാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത്. പവന് 160 രൂപയാണ് വർദ്ധിച്ചത്.
ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 53,700 രൂപയാണ്. കഴിഞ്ഞ ശനിയാഴ്ച പവന് 280 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഈ ആഴ്ച ഇതുവരെ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 6,715 രൂപയാണ്. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 5,555 രൂപയാണ്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 93 രൂപയുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം. അവസരജാലകത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ചാലക്കുടിയിലെ ഈഗർ എക്യുപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ടേണർ, മെഷീനിസ്റ്റ് എന്നീ തസ്തികകളിൽ നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യോഗ്യതകളും പ്രവൃത്തി പരിചയവുമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു 7561884499. കുറുക്കഞ്ചേരി SN ട്രേഡേഴ്സിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സീനിയർ അക്കൗണ്ടന്റ്, ഡ്രൈവർ കം അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് വ്യക്തികളെ നിയമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പറുകൾ നൽകിയിട്ടുണ്ട്. 048724242226, മറ്റൊരു നമ്പർ 9072441466. തൃശ്ശൂരിലെ ബ്രാൻഡ് വെളിയന്നൂരിലെ ഓഫീസിലേക്ക് സ്റ്റേഷനറി ഹോൾസെയിൽ സ്ഥാപനത്തിലേക്കാണ് കാഷ്യർ, മാനേജർ എന്നീ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത്. പ്രായപരിധി 40 വയസ്സാണ്. തത്തുല്യമായ രീതിയിൽ, സമാനമായ രീതിയിൽ മുൻ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു 9568583118, മറ്റൊരു നമ്പർ 7907793936. സെക്യൂരിറ്റി ഗാർഡുമാരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. ESI ആനുകൂല്യം ഉൾപ്പെടെ ഉള്ള വേതന വ്യവസ്ഥയായിരിക്കും ഉണ്ടാവുക. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയുന്നതിന് സെക്യൂരിറ്റിയായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക 9746460016. കുന്നംകുളത്തെ ഔഷധജീവൻ ആശുപത്രിയിലേക്ക് ഇനി പറയുന്ന തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. ആയുർവേദ, നാച്ചുറോപ്പതി, ഹോമിയോ, സിദ്ധ, യുനാനി, അക്യൂപങ്ക്ചറിസ്റ്റ് എന്നീ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുൻ പരിചയമുള്ളവരും ബന്ധപ്പെട്ട യോഗ്യതകൾ ഉള്ളവരുമായിട്ടുള്ള വ്യക്തികൾ കോൺടാക്ട് ചെയ്യുക 9775782565 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ അവസരങ്ങളും അറിയിപ്പുകളും. കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ നിലവിൽ ഒഴിവുള്ളതും വരാൻ സാധ്യതയുള്ളതുമായ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് വ്യാഴാഴ്ച കോളേജിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നു. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകളുടെയും ആവശ്യമായ ഫീസും സഹിതം കോളേജിൽ ഹാജരാകേണ്ടതാണ്. ബ്രാഞ്ച് മാറ്റവും സ്ഥാപന മാറ്റവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. പുതിയതായി അപേക്ഷ സമർപ്പിച്ചവർ അന്നേ ദിവസം രാവിലെ 9 മണിക്ക് കോളേജിൽ എത്തിച്ചേരേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ 0487275146, മൊബൈൽ 8086901412. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. നെടുമ്പാൾ വടക്കേപ്പുരയ്ക്കൽ പരേതനായ രാമകൃഷ്ണൻ ഭാര്യ ചന്ദ്രിക അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രേമ, ബാബു, ദീപ എന്നിവർ മക്കളും പ്രജിത, രാജേഷ്, പരേതനായ ഗോപി എന്നിവർ മരുമക്കളുമാണ്. കിഴക്കേക്കോടായി പുത്തൻപുര വീട്ടിൽ സലീഷ്, സിമി ദമ്പതികളുടെ മകൾ അപർണ അന്തരിച്ചു. 17 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പുതുക്കാട് സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു.
സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷിച്ച് നാട്. പള്ളിക്കുന്ന് മുതൽ ജനതാ സ്കൂൾ വരെയുള്ള റോഡ് തകർന്ന് യാത്ര ദുരിതപൂർണമായി. അധികൃതരുടെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരതയിൽ നട്ട പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.